കർഷക തൊഴിലാളി യൂണിയൻ പുതുക്കൈ വില്ലേജ് സമ്മേളനം സമാപിച്ചു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി അട്ടിമറിക്കാനുള്ള നീക്കം അവസാനിപ്പിക്കണമെന്ന് സമ്മേളനം പ്രമേയമായി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി അട്ടിമറിക്കാനുള്ള UDF സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളിൽ ശക്തമായി പ്രതിഷേധിക്കണമെന്നും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കണമെന്നും കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ KSKTU പുതുക്കൈ വില്ലേജ് സമ്മേളനം പ്രധാന പ്രമേയമായി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പുതുക്കൈ മാരാർ സമാജത്തിലെ VS നഗറിൽ സംഘടിപ്പിച്ച സമ്മേളനം യൂണിയൻ കാസർഗോഡ് ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം മോഹനൻ കാടകം ഉദ്ഘാടനം ചെയ്തു. ആദായകരമായ നിലയിലേക്ക് കാർഷിക വൃത്തി നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ആ കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം വലിയ പ്രയാസത്തിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഗംഗനൊക്കെ ഇടുന്ന യൂറിയ, പൊട്ടാഷ് ഇങ്ങനെയുള്ള രാസവളങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ്, ക്ഷാമത്തിലേക്ക് എത്താൻ വേണ്ടി പോവുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ വീട് ഇന്ന് നമുക്കിപ്പോൾ നല്ല നല്ല വീടുകളൊക്കെ ഉണ്ട്. ഒരു കാലത്ത്, പഴയ കാലത്ത് സാമ്പത്തികമായി വേണ്ടത്രയില്ല. ജമ്മിമാരുടെയും പ്രമാണിമാരുടെയൊക്കെ പാടത്ത് നമ്മൾ പണിയെടുത്ത് കിട്ടുന്ന വളരെ തുച്ഛമായ തുക കൊണ്ട് ജീവിച്ചു വരുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ വീടുണ്ടാവും. അത്യാവശ്യം EMSന്റെ ഗവൺമെന്റ് വന്നപ്പോഴാണ് നമുക്ക് 10 സെന്റ് ഭൂമിയെങ്കിലും കിട്ടിയിട്ടുണ്ടായത്. അതിനു മുമ്പ് നമുക്ക് ഏറ്റവും നമ്മുടെ പരാധീനതയിൽ ജീവിച്ചു പോകുന്ന ഒരു കാലമുണ്ട്. ചടങ്ങിൽ വില്ലേജ് പ്രസിഡന്റ് PV മോഹനൻ അധ്യക്ഷത വഹിച്ചു. വില്ലേജ് സെക്രട്ടറി C ബാലകൃഷ്ണൻ പ്രവർത്തന റിപ്പോർട്ടും TV പ്രേമ രക്തസാക്ഷി പ്രമേയവും TK രവി അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ഏരിയ വൈസ് പ്രസിഡന്റ് C പവിത്രൻ, ഏരിയ കമ്മിറ്റി അംഗം MV രാഘവൻ, CPIM പുതുക്കൈ ലോക്കൽ സെക്രട്ടറി M ആനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാൻ M സന്തോഷ് സ്വാഗതം പറഞ്ഞു. വില്ലേജ് കമ്മിറ്റിയുടെ പുതിയ പ്രസിഡന്റായി TV പ്രേമയെയും സെക്രട്ടറിയായി C ബാലകൃഷ്ണനെയും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.